Welcome back to our science class. Today we will study the 7th chapter of Standard 6, that is Getting to Know Plants. Okay, Standard 6 Science, Chapter 7, Getting to Know Plants. We can see different kinds of plants around us. Okay, what are the difference between these plants? Some plants are big, some are small. Okay, so there are different types of plants. Okay, so we will start by reading the chapter. Okay, there is a categories of plants. Can you see this? Plant name, column 1 height, column 2 stem, column 3 where do branches appeared, and column 4. This is the activity for you, and based on these characters the plants are classified into 3: herbs, shrubs and trees. Okay, in the previous class we are already study about the plants, mainly 5 types of plants. The plants are mainly classified into 5. They are herbs, shrubs, trees, creepers and climbers. First one is shrubs. Plants with a green and tender stem are called herbs. Herbs എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഡർ സ്റ്റെം ആയിരിക്കും, വലിയ കട്ടിയുള്ള സ്റ്റെം അല്ല, ഗ്രീൻ കളർ സ്റ്റെം ആയിരിക്കും. അതുപോലെ ഷോർട്ട് ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും. സോ ദീസ് പ്ലാന്റ്സ് ആർ കോൾഡ് herbs. Plants with green and tender stem are called herbs. They are usually short and may not have many branches. അത് ഷോർട്ട് ആയിരിക്കും, ഒരുപാട് ബ്രാഞ്ചസ് ഒന്നും കാണത്തില്ല ഹെർബ്സിന് എക്സാമ്പിളാണ് റൈസ്, വീറ്റ്, മസ്റ്റാർഡ്, ചില്ലി, tomato. These are the examples for herbs. In the previous class, standard 4, you are already study about the different types of plants. Okay, and next is shrubs. What are shrubs? Some plants develop branches near the base of the stem. അതായത് സ്റ്റെമ്മിൻ്റെ ബേസിൽ തന്നെ ബ്രാഞ്ചസ് അവിടെ ഡെവലപ്പ് ചെയ്യും. The stem is hard but not very thick. Such plants are called shrubs. Shrubsൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് ഹാർഡായിരിക്കും, കുറച്ച് കട്ടി കാണും, പക്ഷേ നല്ല തിക്കായിരിക്കത്തില്ല. ഓക്കെ, സം പ്ലാന്റ്സ് ഡെവലപ്പ് ബ്രാഞ്ചസ് നിയർ ദ ബേസ് ഓഫ് ദ സ്റ്റെം. അതായത് സ്റ്റെമ്മിൻ്റെ ബേസിലായിട്ട് തന്നെ ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യും. അത്തരം പ്ലാന്റ്സിന് പറയുന്ന പേരാണ് shrubs. എക്സാമ്പിൾസ് ഫോർ shrubs ആർ റോസ്, ലെമൺ, hibiscus. These are the examples for shrubs. Next is trees. Some plants are very tall and have hard and thick stem. The stem have branches in the upper part, much above the ground. Such plants are called trees. Trees എന്ന് പറഞ്ഞാൽ എന്താണ്? Some plants are very tall, നല്ല പൊക്കം ഉണ്ടായിരിക്കും. How hard and thick stem, നല്ല ഹാർഡായിരിക്കും, തിക്കായിട്ടുള്ള സ്റ്റെം ആയിരിക്കും. നമുക്ക് ട്രീസിൻ്റെ സ്റ്റെമ്മൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്ത് മാറ്റാനേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഹാർഡ് ആൻഡ് തിക്ക് സ്റ്റെം ആയിരിക്കും. ദ സ്റ്റെം ഹാവ് ബ്രാഞ്ചസ് ഇൻ ദ അപ്പർ പാർട്ട്. അതായത് അപ്പർ പാർട്ട് മുതൽ എന്തുണ്ട്? ബ്രാഞ്ചസ് കാണാൻ തുടങ്ങും. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് ട്രീസ്. അത്തരം പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ട്രീസ്. നെക്സ്റ്റ് ഈസ് ക്രീപ്പേഴ്സ്. പ്ലാന്റ്സ് വിത്ത് വീക്ക് സ്റ്റെം that cannot stand upright but spread on the ground are called creepers. Creepers are grow along the ground. അല്ലേ? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ക്രീപ്പേഴ്സ് ഹാവ് വീക്ക് സ്റ്റെം ദാറ്റ് കനോട്ട് സ്റ്റാൻഡ് അപ്രൈറ്റ്. അതായത് നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെമ്മ് അതെങ്ങനെയാണ്? നിലത്തൂടെ പടർന്നാണ് വളരുന്നത് അല്ലേ? സോ ദീസ് പ്ലാന്റ്സ് ആർ കോൾഡ് ക്രീപ്പേഴ്സ്. While those take support and climb up are called climbers.
വേറൊരു സെക്ഷൻ പ്ലാന്റ്സ് ഉണ്ട്, അതെങ്ങനെയാണ്, ക്ലൈംബ് ചെയ്ത് പോകും അല്ലേ. ദേ നീഡ് എ സപ്പോർട്ട് നിയർ ദ പ്ലാന്റ് ഓർ എന്തെങ്കിലും ഒരു വസ്തുവിൽ അത് ക്ലൈംബ് ചെയ്ത് പോകും. അത്തരം പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ക്ലൈംബേഴ്സ്. ക്രീപ്പേഴ്സ് ആർ ഗ്രോ അലോങ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലൂടെ വളരുന്നതാണ് ക്രീപ്പേഴ്സ്. ക്രീപ്പേഴ്സിന് എക്സാമ്പിളാണ് വാട്ടർമെലൻ ആൻഡ് പംകിൻ. ക്ലൈംബേഴ്സിന് എക്സാമ്പിളാണ് ബിറ്റർ ഗാർഡ്, കുക്കുംബർ, ബോട്ടിൽ ഗാർഡ്. ഇതെല്ലാം ക്ലൈംബേഴ്സിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈസ് സ്റ്റെം. Observe closely the stem of the different plants around you. Note down the different structures, parts borne by the stem. Compare your observations with that of your friends. What do you find? Stems bear leaves. The branches, buds, flowers and fruits. സ്റ്റെമ്മയിലാണ് ലീവ്സും ബ്രാഞ്ചസും ബഡ്സും ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ കാണുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ലീഫ്. The part of the leaf by which it is attached to the stem is called a petiole. Okay. The part of the leaf can you see this? The part of the leaf which is attached to the stem is called petiole. This portion, can you see this? This portion is attached to the stem is called petiole. ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് petiole. Okay. And the broad green portion of the leaf is called lamina. ഈ ഒരു ഗ്രീൻ കളർ പോർഷന് പറയുന്ന പേരാണ് ലാമിന. This is called lamina and this is called petiole. What is petiole? The part of the leaf which is attached to the stem. സ്റ്റെമ്മുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന ഈ ഒരു ലീഫിൻ്റെ പാർട്ടിന് പറയുന്ന പേരാണ് petiole. ഓക്കെ. So the lines on the leaf are called veins. Can you see this? The lines on the leaf. There are many lines on the leaf. The lines on the leaf are called, can you see this? This is the main vein. It is called a midrib. Midrib. Okay. This main vein is called a midrib. The lines on the leaves are called veins. Can you see this? This is the lines on the leaf. The lines on the leaf called veins and this is the midrib. A prominent line in the middle of the leaf is called midrib. Prominent line in the middle of the leaf is called midrib. Okay. The design made by the veins in a leaf is called leaf venation. അതായത് ലീഫ് വീനേഷൻ എന്ന് പറയുന്നത് ഈ ലീഫിന് ഓരോന്നിനും ഈ വെയിൻസ് കൊണ്ട് ഓരോ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. So these designs are called leaf venation. Can you see this? This is leaf venation. The design made by veins in a leaf is called leaf venation. If this design is the net-like on both sides of the midrib, the venation is called reticulate. The design is net-like. The design is a design like a net on the both sides of the midrib. ഇതാണ് മിഡ്രിബിൻ്റെ രണ്ട് സൈഡിലെ നെറ്റ് പോലെയാണ് വെയിൻസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഓക്കെ. ആൻഡ് ദ ലീവ്സ് ഓഫ് ഗ്രാസ് you might have seen that veins are parallel to one another. This is called parallel venation. Can you see this? This is parallel venation. കണ്ടോ, ഇത് പാരലൽ ആയിട്ടല്ലേ വെയിൻസ് പോയിരിക്കുന്നത്. സോ the veins are parallel to one another. Can you see this? ഈ ഇവിടെ ഒരു വെയിൻ ഉണ്ട്, ആ വെയിന് പാരലൽ ആയിട്ടാണ് ബാക്കിയുള്ള വെയിൻസ് പോയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് പാരലൽ venation. Okay.
What is transpiration? Water comes out of the leaf in the form of vapor by the process of transpiration. അതായത് ട്രാൻസ്പിറേഷൻ പ്രോസസ്സിലൂടെയാണ് വാട്ടർ വേപ്പർ ലീഫിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. വാട്ടർ വേപ്പർ കംസ് ഔട്ട് ഓഫ് ദ ലീഫ് ഇൻ ദ ഫോം ഓഫ് വേപ്പർ. ഏത് ഫോമിലായിരിക്കും വാട്ടർ വേപ്പർ വരുന്നത്? വാട്ടർ വേപ്പർ ഫോമിലായിരിക്കും. വാട്ടർ വേപ്പർ ഫോമിൽ ലീവ്സിൽ നിന്നും വെളിയിലേക്ക് വരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ. ഓക്കെ. വാട്ടർ കംസ് ഔട്ട് ഓഫ് ദ ലീവ്സ് ഇൻ ദ ഫോം ഓഫ് വേപ്പർ by a process is called transpiration. Okay. The leaves prepare their food in the presence of sunlight and green colored substance present in them. What is the green color pigment present in the leaf? The green color pigment is called chlorophyll. The leaves prepare their food in the presence of sunlight and a green colored substance present in them. For this they also use water and carbon dioxide. This process is called photosynthesis. Oxygen is given out in this process. The plants make their food. The leaves make their food in the presence of carbon dioxide, chlorophyll, sunlight and water. This process is called photosynthesis. ആൻഡ് ഓക്സിജൻ ഈസ് ഗിവൺ ഔട്ട്. അതായത് ഓക്സിജൻ ഗ്യാസ് ആണ് ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് വെളിയിലേക്ക് പോകുന്നത്. ഓക്കെ. This much for today. We study well. We will meet in the next class. Thank you.